തലയിലോട്ട് ഇങ്ങനെ അടിക്കുക, ലേസർ തലയുടെ ഇതിലോട്ട് ഇങ്ങനെ അടിക്കുക. ഭയങ്കര രോഗമാണ്. രാവിലെ തുടങ്ങും. പിന്നെ അവിടെ ശ്വാസം മുട്ടിക്കുക. ശ്വാസം മുട്ടിക്കുന്ന ഇങ്ങനെ ഇവിടോട്ട് ഇങ്ങനെ അടിച്ചെല്ലാം ഗ്യാസ് എല്ലാം ഫില്ല് ചെയ്യും. എന്നിട്ട് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ആയിട്ട് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഇതാവും. പിന്നെ ഇവരുടെ പരിപാടിയാണ് നോസ്ട്രിൽസിലേക്ക് ഡയറക്റ്റ് ഇവിടോട്ട് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് അടിച്ച് നമ്മളെ കൊല്ലാൻ നോക്കുക. ഭയങ്കരമായിട്ട്. മനസ്സിലായില്ലേ? അതൊക്കെ എന്താ ടെസ്റ്റ് ചെയ്താൽ അറിയാം. ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഇത്ര ഇങ്ങോട്ടൊക്കെ വലിക്കാൻ ഈ ഓല വെട്ടിയ വഴി ഇത് എവിടെ നിന്നാണെന്നുള്ളത്. ഇവിടെ സ്റ്റൗ ഗ്യാസ് സ്റ്റൗ അല്ലാതെ മണ്ണെണ്ണ സ്റ്റൗ പോലും അല്ല. ഇവിടെ ഏത് വീട്ടിലുണ്ട് വിറക് കത്തിക്കുന്നത്? എല്ലാവരും ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റൗ. ഇനി കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ ഇത്രമേലൊക്കെ വരാനും വേണ്ടിയിട്ടൊന്നും ഇല്ല. ഇത് പുകയൊന്നും അടിച്ചു കയറാനും വേണ്ടിയിട്ടൊന്നും ഇല്ല. ഇങ്ങനെ പുകയടിക്കുക ഭയങ്കരമാണ്. പുക AQI ആണെന്ന് പറയുന്നത്. ചുമ്മാതാണ് ഇതൊക്കെ AQI. ഈ കള്ളറുടെ വേലകളാണ്. ഈ കള്ളരിങ്ങനെ പലതുമായിട്ട് നടക്കുകയാണ്. ഈ കള്ളരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതിന് BJP ഗവൺമെന്റിനെ ഒന്നും കള്ളം പറയേണ്ട കാര്യം, കുറ്റം പറയേണ്ട. അവന്മാർ ഇതെല്ലാം അടിച്ചു വിടുക, എന്നിട്ട് പറയാം AQI ആണ്, അതാണ് ഇതാണ്. അടിക്കാൻ പറഞ്ഞു. ഇവരോടെല്ലാം അടിക്കുവ ലേസർ. ഇവരാരാ നമ്മുടെ ദേഹത്തിന്റെ ഷേപ്പ് ഒക്കെ മാറ്റാൻ ലേസർ അടിച്ച്? ഇവർക്ക് ആരും അധികാരം കൊടുത്തിരിക്കുന്നത്? ഇവരാരാണ് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് ഒക്കെ മാറ്റാൻ ലേസർ അടിക്കും, ഗ്യാസ് ഫില്ല് ചെയ്തൊക്കെ ബോഡിയുടെ ഷേപ്പ് മാറ്റാൻ? ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ ആർക്കാ അധികാരം കൊടുത്തത്? ഇവരൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യാന്? നമ്മളെ വണ്ണം വെപ്പിക്കുക. അത് വണ്ണം വെപ്പിക്കുന്നതിന് രണ്ട് റീസൺ ആണ്. ഒന്ന്, രണ്ട് പുണ്ണികളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. ഇവിടെ ശ്രീലത, ഒന്ന് സദാനന്ദ മന്ദിരം ശ്രീലത, ഒന്ന് ഈ സദാനന്ദ മന്ദിരത്തിൽ തന്നെ ബൃന്ദ എന്നാണ് അവളുടെ പേര്. പക്ഷെ ഇവിടെ അല്ല താമസിക്കുന്ന. അവള് വഴിക്കുളം. നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചാൽ അറിയാം. അപ്പൊ ഇതിന് അപ്പുറത്തോട്ട് വീട് വെക്കുന്നുണ്ട്. എന്റെ വീടിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് കാണിക്കുന്നുണ്ട് എപ്പോഴും. അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവള് വരും. അപ്പം ഇവളുമാർ രണ്ടും പുണ്ണികളാണ്. എന്റെ 2-3 ഇരട്ടിയുണ്ട്. അപ്പൊ അവളുമാർ അത്ര ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിക്കുന്നതെല്ലാം. പിന്നെ ഒന്നെനിക്കൊന്ന് ഭയങ്കര, ഞാനങ്ങ് തിന്ന് കൊഴുത്ത് ഉടനെ തന്നെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുമെന്നുള്ള അങ്ങനെയുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മളൊന്നും കഴിക്കുന്നില്ല. ഇത് 6ാമത്തെ ദിവസമാണ് നമ്മളൊന്നും കഴിക്കാത്തത്. ചായ കുടിക്കുന്നില്ല, പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. അപ്പൊ തന്നെ ചായയും പഞ്ചസാരയൊക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ കുറെ വണ്ണം പോകേണ്ടതാണ്. എന്താണിത്? ഈ നാട്ടിലുള്ളവരെല്ലാവരും ചായയും പഞ്ചസാരയൊക്കെ ഇഷ്ടം പോലെ കഴിക്കുകയാണ്. നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്നില്ല. നമ്മളുടെ ഫുഡ് പോലും നമ്മൾ മര്യാദയ്ക്ക് കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിനെതിരെ ഇതാക്കണം. ഇതെന്താ ഇത്? എന്തോ രോഗമായി ഇവന്മാരാരാണ് നമ്മളെ സ്ക്രൂട്ടനൈസ് ചെയ്തിരിക്കാൻ? ഇവന്മാരാരാണ് നമ്മളുടെ കാര്യം നോക്കാൻ? നമ്മളെന്താണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് നോക്കാൻ ഇവന്മാരാരാണ്? നമ്മൾ കഴിക്കുന്നത് എന്താണെന്നൊക്കെ നോക്കാൻ ഇവന്മാർക്ക് ആരധികാരം കൊടുത്ത്? കഥയുണ്ടാക്കല ജോലി, കഥ. നമ്മുടെ മോട്ടർ ഓഫ് ചെയ്യുക. അതിനകത്തുള്ള ആസിഡ് മതിലൊക്കെ അടിച്ചിട്ടേക്ക് നമ്മുടെ മോട്ടർ ഓഫ് ചെയ്യുക. നമ്മുടെ മുടി കൊഴിക്കുക. തലയിലോട്ട് ലേസറൊക്കെ അടിച്ച് മുടി കൊഴിക്കുക. അത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ലേസർ അടി. മുഖത്തോട്ടും ഇവിടോട്ടും എല്ലാം ലേസർ അടി തുടങ്ങി. ഭയങ്കര രോഗമാണ് ലേസർ അടിക്കുക. ഭയങ്കര രോഗം. ഇതിനൊക്കെ ആരാ നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റാൻ? ബോഡിയുടെ മുഖത്തിന്റെ ഒക്കെ ഷേപ്പ് മാറ്റി. അതുപോലെ ഇവിടോട്ട് അടിക്കുക. വാട്ടർ റിട്ടൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടോട്ട്. പിന്നെ കാലിന്റെ സയാറ്റിക് നെർവ്സിനെ ഇതാക്കാന്.
അവിടെ ഇവിടെ വരുന്ന ഇങ്ങോട്ട് വരുന്നതാണെന്ന് കഥകൾ ഉണ്ടാക്കുക. സദാനന്ദ മന്ദിരത്തിൽ 2 വീട് അപ്പുറവും ഇപ്പുറം ഉള്ളത്, നമ്മുടെ നടുക്കാണ്. അവിടെ അപ്പുറം ഇപ്പുറം വരുന്നവന്മാരെല്ലാം നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നതെന്നൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കുക. ഭയങ്കര രോഗമാണ്, ഭയങ്കര രോഗമാണ്. ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണ്. ഇവിടെ ഒക്കെ കുറെ അപ്പുറം ഇപ്പുറം കുറെ ആണുങ്ങൾ വന്നേച്ച് നമ്മുടെ വീട്ടിലോട്ട് വരുന്നതാണ് കഥ. കുറെ ആണുങ്ങൾ എന്തോ ഈ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന വീട്ടിൽ കുറെ ആണുങ്ങൾ ഇങ്ങനെ ജോലിക്കാരായിട്ട് വരും. അവന്മാർ നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത് കഥകൾ. എന്തെല്ലാം കഥകളാണ് ഉണ്ടാക്കുന്നത്.